ഹലോ, നമസ്കാരം. ഞങ്ങൾ തരാവര ഫാൾസിലേക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തരാവര ഫാൾസിന്റെ അടുത്താണ്. നമുക്ക് തരാവര ഫാൾസിലേക്ക് ഉള്ള പണിയും തന്നു. ഓക്കെ, വിസ് ചെയ്ത് നമ്മൾ കവേരു ഐസ് സെൻറ്ററിൽ വന്നിട്ട് പെർമിഷൻ എടുക്കണം. അതായത് 7:30 മുതൽ 7:30 വരെയാണ് നമുക്ക് ടൈമുള്ളത്. പക്ഷേ ഈ കവേരു ഐസ് സെൻറ്റർ 1 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഒരു വണ്ടിക്ക് $10. സോ ഇതാണ് അവർ തരുന്ന പെർമിഷൻ. സോ ഈ പെർമിഷനും വെച്ച് ഇത് ഈ വണ്ടീൻ്റെ ഇവിടെ സൈഡിലും വെച്ച് നമ്മൾ പോവാം. സോ ഇതാണ് നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം. ഇത് ഇത്ര നേരം കാട്ടിലൂടെയാണ് സഞ്ചരിച്ചത്. ഇവിടെ എത്തി ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടു. സോ ഇതാണ് ഇല. സോ പുള്ളിക്കാരൻ ഡച്ചുകാരനാണ്. ഞങ്ങളുടെ കൂടെ ഇറങ്ങിയതാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ലിഫ്റ്റ് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരനെ ഞങ്ങൾ കൊടുത്തി കൂട്ടിയാണ്. സോ പുള്ളി ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഫുൾ ടൈം. പുള്ളിക്കാരൻ ഒരു ടൂറിസ്റ്റാണ്. പുള്ളിക്കാരൻ അവിടുത്തെ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്നതാണ്. പുള്ളി ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസും കറങ്ങി തീർന്നു. പിന്നെ മലേഷ്യയിൽ നിന്നാണ് ന്യൂസിലാൻഡിലേക്ക് വന്നത്. ഇവിടുന്ന് ഇനി അടുത്തത് ചിലപ്പോൾ ഫിജി, ഇല്ലെങ്കിൽ അവിടുന്ന് നേരെ തിരിച്ച് പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് പോകും. ഇതാണ് തരാവര ഫാൾസിലേക്കുള്ള വഴി. ഇവിടുന്ന് 20 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് തരാവര ഫാൾസിലേക്ക് എത്തുന്നത്. ലേക്ക് തരാവരയിൽ വരുന്ന വഴിയാണ്. ഇതാണ് തരാവരയിലേക്ക് കയറുന്ന വഴി. ഞങ്ങൾ അങ്ങനെ തരാവരയിലേക്ക് നടക്കുകയാണ്. വന്ന സമയത്ത് ദാണ്ട ഒരു പുഴ ഉണ്ട്. ഇതാണ് തരാവര ഫാൾസിലേക്ക് വരുന്ന വെള്ളം. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ അവിടെ കാണാൻ പോകുന്ന ഒരു വണ്ടറാണ്. വണ്ടർ തരാവര റിവർ. ഇന്നലെ ഒരു മഴ കഴിഞ്ഞാണ്, അതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാവും. ഞങ്ങളിവിടെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുമ്പോൾ ഇവിടെ ഒരു പുഴേൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി വെള്ളം. വീട്ടിൽ മറ്റേ ചൂടുവെള്ളത്തിൽ കുളിക്കാത്തവനാ ഇവിടെ ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞു. ഇന്നത്തെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ആഴുമില്ലല്ലോ, ആഴുമുങ്ങിച്ചാവില്ല അതൊന്നുമില്ല. ഇവിടെ വൃത്തികെട്ടവനെ രാമോനെ. ഞങ്ങൾ നടന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു പാലം കണ്ടു. പാലത്തിൻ്റെ ഇവിടെ നല്ല ബ്ലൂ കളറിൽ വെള്ളം പതഞ്ഞ് പായുന്നു. സബ്സെ ബഡാ ശുദ്ധ പാനി അല്ലേ? സബ്സെ ബഡാ ശുദ്ധ പാനി. പാലം കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇതാണ് വഴി. അടിപൊളി, നല്ല കിടുക്കാച്ചി സീനിക്കാണ് പ്ലേസ്. നല്ല പച്ചപ്പ് ഹരിതാവും ഇടതൂറുന്ന വനം. പൊളി. ഞങ്ങളിതിൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ലൈറ്റായിട്ട് കാണാം. ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട്. അങ്ങനെ ഇവരോട് ഇങ്ങനെ കഥ പറഞ്ഞു പോയാണ്. അപ്പം പറഞ്ഞത് ഒരുപാട് സാധനങ്ങളായിട്ടൊന്നുമല്ല ട്രാവൽ ചെയ്യുന്നത്. ഒരു ചെറിയ ട്രാവൽ ബുക്കും പിടിച്ച് കറങ്ങും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോരോ സ്ഥലങ്ങൾ ടിക്ക് ചെയ്ത് വിടും. അങ്ങനെയാണ് അവൻ ട്രാവൽ ചെയ്യുന്നത്. നമ്മളൊരു നാച്ചുറൽ വണ്ടർ കാണാൻ പോവുകയാണ്. അടിപൊളി സംഭവം. ഒന്നും പറയാനില്ല. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. ആ വെള്ളം വരുന്നത് എങ്ങന്നോ ആണ്. ചുറ്റും മല.
ഭയങ്കര വലിയ മല, അതിൻ്റെ മൊത്ത നടുക്കുന്ന വെള്ളം വരുന്നത്. ഇതൊരു വണ്ടർ തന്നെയാണ്, വണ്ട ഒന്നും പറയാൻ. ഒരുപാട് വെള്ളം കുത്തി ഒലിച്ച് വരുന്ന രക്ഷയില്ല, ഭയങ്കര സൗന്ദര്യം. സരാവര ഫാൾസ് നിങ്ങളെ എത്ര കാണിച്ചിട്ട് എനിക്ക് മതിയാവുന്നില്ല, അത്രയ്ക്ക് മനോഹരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരം. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇതാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, അവരൊക്കെ നിന്ന് നോക്കി നിൽക്കുന്നു. കാരണം ഇവിടെയൊക്കെ വ്യൂ പോയിന്റ് ആണ്. ഇതിവിടെയൊക്കെ ഞാൻ തിരിച്ചു കയറി പോകണ്ട, ഇവിടെ വരെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. അതേ മനോഹരം എന്ന് പറഞ്ഞാൽ അതേ മനോഹരം, ഒന്നും പറയാനില്ല. മനോഹരമായ ഒരു സ്ഥലം. അതിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ എന്ത് രസമാണ് ഇത് കാണാൻ തന്നെ. അങ്ങനെ പറയുമ്പോ ഒരു ലോഡ് ആൾക്കാർ അങ്ങോട്ട് കയറി പോന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഇതിന് ചവിട്ടി വരാൻ പോകാട്ടോ. ആക്ച്വലി നല്ല നമ്മൾ നീന്താൻ ഭാഗത്തിന് ഡ്രസ്സൊക്കെ ഇട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോടെ വെള്ളത്തിൽ കൂടെ ഇറങ്ങി കയറി അപ്പുറത്തെ ആ പോകുന്ന സൈഡിൽ കൂടെ അതിലേക്കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ചാടുന്ന അവിടം വരെ ചിലപ്പോൾ പോകാൻ പറ്റുമായിരിക്കും, മീൻസ് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഷൂ എല്ലാം ഇട്ട് ഇറക്കി തിരിച്ച് കയറുന്നു. ഷൂ ഇട്ടോ നീ? ഞങ്ങൾ അങ്ങനെ അവിടുന്ന് പയ്യെ ഇറങ്ങി ഫാൾസിൻ്റെ അവിടുന്ന് നേരെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തു. ഞങ്ങളുടെ ഇൻസ്റ്റയ്ക്കകത്ത് നോക്കിയാൽ ഞങ്ങളുടെ റീൽസ് കാണാം. സോ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി വിടുകയാണ്. 4 മണിയായി. അടിപൊളി. അങ്ങനെ ഞങ്ങൾ സരാവര ഫാൾസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ഞങ്ങൾ ജസ്റ്റ് വണ്ടിക്കകത്ത് കയറാൻ പോവുകയാണ്. ഞങ്ങളിവിടെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. സോ അപ്പോൾ അടുത്ത പരിപാടി വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഇവിടെ തരുന്നത് സന്ദേശിച്ചു.